നമസ്കാരം. ട്രാവൻട്രിയിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം, ഒരു ഡാഷ്ബോർഡ്. ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് ആയിരുന്നു. അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം നിങ്ങൾക്ക്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ടോട്ടൽ റെസീവബിൾസ്, ടോട്ടൽ പേയബിൾസ്, ദെൻ ടുഡേ എന്നുള്ളത് ഇന്നത്തെ സെയിൽസ്, റവന്യൂ, എക്സ്പെൻസസ് ഡീറ്റെയിൽസ് ആണ്. ദെൻ ടോട്ടൽ സെയിൽസ് ഈ ഒരു ഫസ്റ്റ് റോയിൽ കാണിക്കുന്നത് ദിസ് മന്ത്, ഈ മന്തിലെ ടോട്ടൽ സെയിൽസും റവന്യൂ, എക്സ്പെൻസസ് കാര്യങ്ങളാണ്. സെക്കൻഡ് റോയിൽ കാണിക്കുന്നത് ടോട്ടൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ അതുപോലെ സെയിൽസ് കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ ഇവിടെ ഗ്രാഫിക്കലായിട്ട് കാണാം മന്ത് വൈസ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഓരോ മന്തും വന്ന ഇൻകവും എക്സ്പെൻസും ആയിട്ട് കാണാം. അതിൽ ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ് 3 സെക്ഷനായിട്ട് കാണാം. അതിലിപ്പോൾ എക്സ്പെൻസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഒഴിവാക്കിയിട്ട് ഇൻകവും പ്രോഫിറ്റും മാത്രം ആക്കാം. പ്രോഫിറ്റ് ഒഴിവാക്കിയിട്ട് ഇൻകവും എക്സ്പെൻസ് മാത്രം കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ദെൻ സ്റ്റാഫ് വൈസ് പെർഫോമൻസ്. സ്റ്റാഫ് വൈസ് ഓരോ സ്റ്റാഫ് വൈസ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അവരുടെ നമ്പർ ഓഫ് ബുക്കിങ്സ് അതുപോലെ റവന്യൂ എത്രയാണെന്നുള്ളത്. ദെൻ ദിസ് മന്ത് സെയിൽസ്, ഓരോ ഡേറ്റ് വൈസ് സെയിൽസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ദെൻ സർവീസ് ബേസ്ഡ് സെയിൽസ്, ഓരോ സർവീസിലും വന്ന് ഇൻകം അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളതാണ്. ദെൻ മന്ത് വൈസ് ഇൻകം, ഇൻവോയ്സ് കൗണ്ട്, ഓരോ മന്തിലും ഉള്ള ടോട്ടൽ ഇൻവോയ്സ് കൗണ്ട് എത്രയാണെന്നുള്ളത്. അതിവിടെ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റും. ദെൻ ടോപ്പ് 5 എക്സ്പെൻസും ടോപ്പ് 5 ഇൻകം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ. ദെൻ റിമൈൻഡേഴ്സ്, ട്രാവലിംഗ് നിയർ ബൈ, സർവീസ് നിയർ എക്സ്പയറി, നിയറസ്റ്റ് ചെക്ക് ഇൻ റിമൈൻഡേഴ്സ്. ഇതാണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ദെൻ മൊത്തം ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ ഒരു ഫീച്ചറിൽ നിന്ന് മാറിയിട്ട് മൊത്തം അതിൻ്റെ ഒരു ഡിസൈൻ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ദെൻ മെയിനായിട്ട് വന്നൊരു അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റിനറി ക്രിയേഷനാണ്. ടൂർ ഐറ്റിനറി ക്രിയേഷൻ. ടൂർ ഐറ്റിനറിയിൽ എന്താണോ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതൊരു സെയിം ഐറ്റിനറി വേറൊരു കസ്റ്റമർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോൺ ചെയ്തിട്ട് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു ഐറ്റിനറി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഡീറ്റെയിൽസ് അടിക്കുന്നു. ടൂർ പാക്കേജ് ടൈറ്റിൽ എന്താണോ, ഇപ്പം 2 നൈറ്റ് 1 ഡേ എന്താണോ നമുക്ക് എന്ത് പാക്കേജാണ്. ഇപ്പം മലേഷ്യ പാക്കേജ് ആണെങ്കിൽ മലേഷ്യ പാക്കേജ്. ദെൻ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണോ എന്നുള്ളത് കൊടുക്കാം. ഈ സ്റ്റാറ്റസ് ഐറ്റിനറി പ്രിൻറ്റിൽ കാണാൻ പറ്റില്ല. അത് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അത് വെച്ചിട്ടുള്ള ഐറ്റിനറീസ് മാത്രമായിട്ട് നമുക്ക് റിപ്പോർട്ടായിട്ട് എടുക്കാനും പറ്റും. ഓക്കെ. ദെൻ സേവ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെയിൻ ടെംപ്ലേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റിനറി ഒരു മെയിൻ ടെംപ്ലേറ്റ് ആയിട്ട്, ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. കസ്റ്റമർ നെയിം എന്താണോ, കസ്റ്റമർ പേര് നമുക്ക് ഇവിടെ കൊടുക്കുന്നു. ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, ഇമെയിൽ ഐ ഡി കൊടുക്കാം. ദെൻ ഡെസ്റ്റിനേഷൻസ് കവേർഡ്, അത് ഏതൊക്കെ ഡെസ്റ്റിനേഷൻസ് ആണോ കവർ ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ മലേഷ്യ പാക്കേജ് ആവുന്ന സമയത്ത് നമുക്ക് കൊലാലംപൂർ, ദെൻ ഏതൊക്കെയാണോ ഡെസ്റ്റിനേഷൻസ് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവിടെ കാണിച്ചു കൊടുക്കാം സംതിങ്. ദെൻ ഡ്യൂറേഷൻ ഡേയ്സ് 2 days 1 night. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏതാണോ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും അങ്ങനെ കൊടുക്കാം. അഡൽട്ട്, നമ്പർ ഓഫ് അഡൽട്ട് 2, നമ്പർ ഓഫ് ചൈൽഡ് 1, ഇൻഫൻറ്റ് കാര്യങ്ങൾ. നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, നെയിം, പാസഞ്ചർ ഇൻഫോ വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഐറ്റിനറി ഡേ ബൈ ഡേ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡേ 1 എന്താണോ അറൈവൽ ആൻഡ് ഹോട്ടൽ ട്രാൻസ്ഫർ, എന്താണോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, എന്താണോ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. അറൈവ് അറ്റ്, ഇവിടെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൽ എന്താണോ കൊടുക്കേണ്ടത്, അറൈവ് അറ്റ്, ഡെസ്റ്റിനേഷൻ, ട്രാൻസ്ഫർ ടു ഹോട്ടൽ, ചെക്കിങ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഹോട്ടൽ സ്റ്റേ, എവിടെയാണോ ഹോട്ടൽ ഏത് ഹോട്ടലാണോ, പ്ലേസസ് ടു വിസിറ്റ്, ഈ ദിവസം വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് ഏതാണോ, സിറ്റി, ടൂർ സംഭവങ്ങളെല്ലാം കൊടുക്കാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്തൊക്കെയാണോ കമ്പനി ഓഫർ ചെയ്യുന്നത് അത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഡേ ആകുന്ന സമയത്ത് ഇവിടെ ആഡ് ഡേ കൊടുക്കുക. നെക്സ്റ്റ് ഡേ എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഡിന്നർ ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് കൊടുക്കാം. ഹോട്ടൽ ഏതാണോ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പ്ലേസസ് ടു വിസിറ്റ് അതും അതേപോലെ കൊടുക്കാം. ഇങ്ങനെ ഡേ ടു ഡേ ഐറ്റിനറി സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻസ്. ഇവിടെ ഇൻക്ലൂഷൻസിൽ എന്തൊക്കെയാണോ ബൈ ഡിഫോൾട്ട് കുറച്ചുണ്ടാവും, അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ പുതിയത് ആഡ് ചെയ്യാം. എക്സ്ക്ലൂഷൻസും അതുപോലെ തന്നെ ചെയ്യാം. ദെൻ ഹോട്ടൽ ആൻഡ് സ്റ്റേ സമ്മറി, ഒരു സമ്മറി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 4 star ഹോട്ടലാണ്, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഫ്ലൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് എന്താണ്, CO, കൊലാലംപൂർ, എയർ ഏഷ്യ ഫ്ലൈറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസോ എന്താണെങ്കിലും കൊടുക്കാം. അതിൻ്റെ ട്രാൻസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ ക്യാബ് ഡീറ്റെയിൽസോ കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഓക്കെ. നമുക്ക് അവിടുത്തെ പ്രൈവറ്റ് ക്യാബ് എന്താണോ, അപ്പം എന്താണോ ഇന്നോവയാണോ എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം.
ദെൻ പ്രൈസിങ്, കറൻസി ഏത് കറൻസിയിലും കൊടുക്കാം. അഡൽട്ട് ഫെയർ എത്രയാണോ, നമുക്കിപ്പോൾ ഒരു അഡൽട്ട് ഫെയർ പെർ ഹെഡ് 50,000 ആണെങ്കിൽ നമ്മൾ ടോട്ടൽ പാക്കേജ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ചൈൽഡ് ഫെയർ ഒരു 40,000 ആണെങ്കിൽ 40,000 അത്തരത്തിൽ അപ്ഡേറ്റ് ആവും. ദെൻ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഐറ്റിനറി പ്രിൻറ്റിങ് ഓപ്ഷനാണ്. ഓക്കെ, ഇത് നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് ടൂർ ഫിൽറ്റർ വെച്ചിട്ടോ കസ്റ്റമർ നെയിം വെച്ചിട്ട് മൊബൈൽ നമ്പർ വെച്ചിട്ടോ സ്റ്റാറ്റസ് വെച്ചിട്ടോ ഡേറ്റ് വെച്ചിട്ടോ ഒക്കെ സെർച്ച് ചെയ്തെടുക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ഓപ്ഷൻ വ്യൂ ആണ്, സെക്കൻഡ് ഓപ്ഷൻ എഡിറ്റ് ആണ്, തേർഡ് ഓപ്ഷൻ ക്ലോൺ ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷനാണ്. നമുക്ക് ഇതേ ഐറ്റിനറി വേറൊരു കസ്റ്റമർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോൺ കൊടുക്കുക, പുതിയ കസ്റ്റമർ ഡീറ്റെയിൽസും അവരുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് ഐറ്റിനറി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ ഐറ്റിനറി ക്രിയേറ്റ് ആവും. ഇനി അതിലെന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ നമുക്ക് വരുത്തുകയും ചെയ്യാം. ഓക്കെ, അതിൻ്റെ പ്രിൻറ്റും ഡിലീറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യാം. ഈ ഒരു തരത്തിലാണ് കസ്റ്റമറെ ഐറ്റിനറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് പുതിയൊരു ഓപ്ഷൻ. ദെൻ കൊട്ടേഷനിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊട്ടേഷൻ അടിക്കാം. സർവീസ് ഡീറ്റെയിൽസ് ഇപ്പം എന്താണോ കസ്റ്റമർ നെയിം നമ്മൾ കൊടുക്കുന്നു, കസ്റ്റമർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു, പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കാം. ദെൻ സർവീസ് എന്താണോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായ് വിസിറ്റ് വിസ, അതിൻ്റെ എന്താണ് 30 days വിസിറ്റ്. ക്വാണ്ടിറ്റി എത്രയാണോ ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണോ, ഇപ്പം 5,000 ടോട്ടൽ എമൗണ്ട് വന്നു. ഇനി ഇവിടെ പ്ലസ് കൊടുക്കുക. അടുത്ത എന്താണോ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് COK DXB ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കുന്നു, ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലാസ്റ്റ് കറൻസി ഏതാണോ കറൻസി കൊടുക്കുക, നരേഷൻ കൊടുത്ത് സേവ് ചെയ്താൽ മതി. കൊട്ടേഷൻ്റെ പ്രിൻറ്റിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു തരത്തിലാണ് കൊട്ടേഷൻ ക്രിയേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് റിപ്പോർട്ട്സിൽ ഡീറ്റെയിൽഡ് ലെഡ്ജർ വൈസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ നോർമൽ ലെഡ്ജർ വൈസ് റിപ്പോർട്ട് സെയിം തന്നെ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽഡുകൾ നമ്മുടെ റിപ്പോർട്ടിൽ വരേണ്ടത് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഡേറ്റ് ടു ഡേറ്റ് ഞാനൊരു കസ്റ്റമറെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലാണ് റിപ്പോർട്ട് വരിക. അതിൽ ഡേറ്റ്, ട്രാൻസാക്ഷൻ നമ്പറും എമൗണ്ടും മാത്രമേ അതിലുണ്ടാവുള്ളൂ. ദെൻ നമുക്കതിൽ ഒരു ടിക്കറ്റ് നമ്പർ ഒരു കോളായിട്ട് വേണം, എയർലൈൻ ഒരു കോളായിട്ട് വേണം, ദെൻ ട്രാവൽ ഡേറ്റുകൾ ഒരു കോളായിട്ട് വേണം. എന്തൊക്കെയാണോ ഇവിടെ വേണ്ടത് അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സെപ്പറേറ്റ് കോളായിട്ട് സെപ്പറേറ്റ് കാണിക്കും. ഓക്കെ, ആ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ഇതാണ് ഒരു റിപ്പോർട്ട്. ഇതിൽ ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്. സെയിം നമ്മുടെ ലെഡ്ജർ വൈസ് റിപ്പോർട്ട് തന്നെ, അതിൽ പക്ഷേ ഈ ഒരു കോളം വൈസ് നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാം. അത് എക്സൽ ആയിട്ടോ നോർമൽ വ്യൂ ആയിട്ടോ PDF ആയിട്ടോ എടുക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് റിലേറ്റഡ് റിപ്പോർട്ടാണ്. റിലേറ്റഡ് റിപ്പോർട്ടിൽ നമുക്ക് ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, റിലേറ്റഡ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് റിലേറ്റഡ് ആണോ ആ റിലേറ്റഡ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു റിലേറ്റഡ് ഞാൻ ടെസ്റ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തു. ഈ റിലേറ്റഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാലോ, ട്രാൻസാക്ഷൻസ് തമ്മിൽ റിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിലേറ്റഡിൽ നമ്മൾ അടിച്ച എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ ലിസ്റ്റിൽ വരും. ഓക്കെ, ഈ ഒരു തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ദെൻ ബൾക്ക് ലെഡ്ജർ ഇമെയിൽ പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ലെഡ്ജർ വൈസ് ഓരോ മെയിലായിട്ട് അയക്കാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് ബൾക്കായിട്ട് ഒരുമിച്ച് അയക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അത് ഓൾറെഡി ആഡ് ചെയ്തേക്കുന്ന മൊത്തം കസ്റ്റമേഴ്സ് ഇതിൽ വരും. ഇനി അതിൽ ഓൺലി വിത്ത് ഇമെയിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒന്നും വരില്ല. ഇപ്പോൾ ഇമെയിൽ ആഡ് ചെയ്തത് മാത്രം നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ബൾക്ക് മെയിൽ കൊടുത്തതിൽ ഓട്ടോമാറ്റിക്കലി മെയിൽ പോകും. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു വാർണിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ജിമെയിലും അതുപോലെ അധികം പ്രൊവൈഡേഴ്സിനൊക്കെ ഒരു ഹവർലി ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹവർലി ലിമിറ്റും ഡെയിലി ലിമിറ്റും ഒക്കെ ഉണ്ട് ഈ മെയിലിന്. അപ്പോൾ അതൊക്കെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അത് നിങ്ങളത് നോക്കിയിട്ട് തന്നെ മെയിൽ കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, ദെൻ പുതിയൊരു ഓപ്ഷൻ വന്നത് കസ്റ്റമർ മാച്ചിങ്. കസ്റ്റമർ മാച്ചിങ് നമുക്കറിയാം, റെസീറ്റും ഇൻവോയ്സസും മാച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി റെസീറ്റിൽ കയറിയിട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ മാച്ച് ചെയ്ത് പോകുന്നതായിരുന്നു നോർമലി ചെയ്യുന്നൊരു പ്രോസസ്സ്. അതിന് പകരം ഇവിടെ കസ്റ്റമർ മാച്ചിങ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് കസ്റ്റമറാണോ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺമാച്ച്ഡ് ആയിട്ടുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി അതിൽ വരും. ഇതിൽ മാച്ച് ചെയ്ത് പോകാം. ഇവിടുന്ന് ഈ ഒരു ഇൻവോയ്സ് ഈ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്ന എല്ലാ ഇൻവോയ്സും റൈറ്റ് സൈഡ് കാണിക്കുന്ന എല്ലാം അതിൻ്റെ ക്രെഡിറ്റ് സൈഡും ആയിരിക്കും. അത് റെസീറ്റോ ക്രെഡിറ്റ് നോട്ടോ അങ്ങനെ വേറെ എന്താണോ അത് ആയിരിക്കും ഉണ്ടാവും. ഇതിലിപ്പം ഈ ഒരു ഇൻവോയ്സ്
ഈ ഒരു 9000 ഇൻവോയ്സും ഈ ഒരു റെസീറ്റുമാണ് നമുക്ക് മാച്ച് ചെയ്യണമെങ്കിൽ ഇത് നേരെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് എമൗണ്ട് ടു മാച്ച് ബൈ ഡിഫോൾട്ട് അതിൽ ഏതാണോ കുറവുള്ളത് അത് കാണിക്കും. ദെൻ മാച്ച് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബൾക്കായിട്ട് മാച്ച് ചെയ്ത് പോകാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇതിവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ട്രാൻസാക്ഷൻ നമ്പർ വെച്ചിട്ടോ പാക്സ് നെയിം വെച്ചിട്ടോ ഒക്കെ സെർച്ച് ചെയ്യാം. ഇൻവോയ്സ് ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഫിൽട്ടർ ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ റെസീറ്റ് ചെയ്യുന്നതും അവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് മാച്ച് ചെയ്യുന്നതും ഇവിടുന്ന് മാച്ച് ചെയ്യുന്നതും ഒരേ എഫക്റ്റാണ് വരുന്നത്. അത് മാച്ചിങ് റിപ്പോർട്ടിൽ അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കൺസോൾഡേറ്റഡ് റിപ്പോർട്ടുകളാണ്. കൺസോൾഡേറ്റഡ് P&L നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ ഒരു ഒരു 2 ബ്രാഞ്ചിലും കൂടെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് ടു ഡേറ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലെയും ബ്രാഞ്ച് 2 ബ്രാഞ്ച് 1 2 ബ്രാഞ്ചിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ റിപ്പോർട്ടും അതിൻ്റെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടും കിട്ടും. അത് നമുക്ക് ബാലൻസ് ഷീറ്റും ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും. കൺസോൾഡേറ്റഡ് ബാലൻസ് ഷീറ്റും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വന്ന പുതിയ അപ്ഡേഷൻസ്. ദെൻ ഒരുപാട് വ്യൂസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ അത്യാവശ്യം മെയിനായിട്ടുള്ള അപ്ഡേഷൻസ് മാത്രമാണ് പറഞ്ഞത്. ദെൻ റിലേറ്റഡിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. റിലേറ്റഡ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ റിലേറ്റഡ് ആണോ നമ്മൾ യൂസ് ചെയ്തത് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത് കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. താങ്ക് യു.